ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ തന്നെ നല്ല സ്പോഞ്ച് ആൻഡ് സോഫ്റ്റി ആയിട്ടുള്ള കപ്പവടയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി കാണും. അതിൽ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഫ്യൂച്ചറിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു ടേസ്റ്റി ആയിട്ടുള്ള കപ്പവട എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് ഞാനിവിടെ 4 പീസ് കപ്പ വേവിച്ച് ഉടച്ച് വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കരിവേപ്പില ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളതിലേക്ക് 1/2 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതെല്ലതും കൂടി നമുക്ക് ഒരു ഫോർക്കോ വിസ്കോ യൂസ് ചെയ്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ഡ്രോപ്പ് റെഡ് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. അത് ലിക്വിഡ് ഫോം ആയാലും പൗഡർ ഫോം ആയാലും കുഴപ്പമില്ല. കളർ ചേർത്ത് കൊടുത്തിട്ട് ഞാൻ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ അരച്ചത് ഒരു ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളത് ഉഴുന്നുവടയുടെ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ പൊരിക്കാൻ യൂസ് ചെയ്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. ഒരിക്കലും കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യരുത്. നിങ്ങളടുത്ത് സൺഫ്ലവർ ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് റിഫൈൻഡ് ഓയിൽ എടുത്താലും മതി. പിന്നെ നമ്മൾ ഒരു തവണ പൊരിച്ചെടുക്കാൻ യൂസ് ചെയ്തിട്ടുള്ള ഓയിൽ അത് നമ്മൾ പിന്നീട് റീയൂസ് ചെയ്യരുത്. അത് ചൂടാറി കഴിഞ്ഞാൽ പിന്നീട് റീയൂസ് ചെയ്യരുത്. അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല. നമ്മുടെ ഉഴുന്നുവട ഒരു സൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. മറ്റേ സൈഡും ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് എണ്ണയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. എന്നിട്ടത് ഒരു ബൗളിലേക്കോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലേക്കോ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള കപ്പവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടാലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഞാനിതിന് സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യുന്നത് സാധാ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന കോക്കനട്ട് ചട്നിയാണ്. കോക്കനട്ട് ചട്നി കൂടി കൂട്ടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ആ കപ്പവടയുടെയും കോക്കനട്ട് ചട്നീൻ്റെയും ഒരു ടേസ്റ്റ് നല്ല കോമ്പിനേഷനാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.